ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട്. പക്ഷെ നീ ഇഷ്ടപ്പെട്ടത് മറ്റൊരാളെ. ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ കരുതി. പക്ഷെ ഞാൻ പിന്നെയും ജീവിച്ചു, അവനിൽ നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാൻ. കാരണം ഞാൻ എന്നും ആഗ്രഹിച്ചത് നിന്റെ സന്തോഷം മാത്രമായിരുന്നു. ഗുഡ് ഈവനിങ്, വെൽക്കം ടു ലവ് ബൈറ്റ്സ്. കൂടെ രേണു. പറയാൻ എത്ര രസം. നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. നമ്മൾ എത്ര പേരുണ്ട് ഇങ്ങനെ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നത്? പറച്ചിലിൽ മാത്രം കാണും. അയാൾക്ക് സന്തോഷം വേണം, പക്ഷെ അത് നമ്മുടെ കൂടെ ആയിക്കൂടെ എന്നതാണ് നമ്മുടെയൊക്കെ ചോദ്യം. എത്രയൊക്കെ പ്രണയിക്കുന്നുണ്ടെങ്കിലും, പ്രണയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും, ഇഷ്ടപ്പെടുന്നയാളും മറ്റൊരാളുടേതായി ആ സന്തോഷം കാണാനായിട്ട് നെവർ. നമുക്ക് ആർക്കും ഇഷ്ടമില്ല. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് രേണു. 1 മണി വരെ ക്ലബ് എഫ്എമ്മിൽ ഞാൻ ഉണ്ടാവും. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സ്. കൂടെ രേണു. ആൻഡ് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഓർമ്മയില്ലേ? വെള്ളിയാഴ്ച ഞാനൊരു സിനിമയുടെ കഥ പറയും, നിങ്ങൾ എന്നിട്ട് അത് ഗസ് ചെയ്ത് അയക്കും. ഞാൻ അതിൽ നിന്നൊരു ലക്കി വിന്നറിന് ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പം 3-4 ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ ഇവിടെ നിന്ന് ഗിഫ്റ്റും കൊണ്ട് പോയിട്ടുണ്ട്. പിന്നത്തെ എൻ്റെ കഥ എന്ന് വെച്ചാണ്ടല്ലോ, ഇവർ രണ്ടുപേരും ഒരു ദിവസമാണ് ജനിച്ചത്. ചെറുപ്പം തൊട്ട് ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവരുടെ അച്ഛന്മാരും അമ്മമാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും അവരും സുഹൃത്തുക്കളും എല്ലാമാണ്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ലവേഴ്സ് തോറ്റു പോകുന്ന പോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവർ തമ്മിലുള്ള. മൂവി ഏതാണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 567678 ആ മൂവി അയച്ചു തന്നുള്ളൂ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ. അയ്യോ, ഫോമാറ്റ് പറഞ്ഞില്ലല്ലോ. ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. എന്നിട്ട് കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് എഫ് എം ലവ് ബൈറ്റ്സ് വിത്ത് രേണു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ പ്രണയമൊന്നും ഇവർക്കിടയിൽ ഇല്ലായിരുന്നു കേട്ടോ. ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ രേണു. ഞാനൊരു സിനിമയുടെ കഥ ഇങ്ങനെ തുടങ്ങിയൊക്കെയായിരുന്നേ. എന്നിട്ട് ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സായി. അപ്പോൾ ഇവർ പ്രണയത്തിലല്ലാത്തത് കൊണ്ട് തന്നെ വേറൊരാൾ ഇവളെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പം ഇവൾക്ക് അവനോട് പ്രണയമൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കൂടെയുള്ള ആൾ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, അപ്പോൾ അവനോടും പ്രണയമില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് നടക്കുന്നൊരു സോൾ എന്ന രീതിയിൽ അവളും വിചാരിച്ചു, എന്നാൽ പിന്നെ അവനെ പ്രണയിച്ചേക്കാം, അതിൽ തെറ്റൊന്നും പറയാനില്ല. അവനൊരു പാട്ടുകാരനാണ്, ഇവളൊരു പാട്ടുകാരിയാണ്. അപ്പോൾ അവർ ഇങ്ങനെ ആ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഏതാന്ന് മനസ്സിലായോ? എനിക്ക് തോന്നുന്നു മനസ്സിലായിന്ന്. കാരണം അവൻ പാട്ടുകാരൻ, അവൾ പാട്ടുകാരി എന്നൊക്കെ പറയുമ്പോൾ കുറേ ക്ലൂസായി. ഇനി ക്ലൂ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം സിനിമയുടെ പേര് അയച്ചു തന്നോ, ഇല്ലെങ്കിൽ പിന്നെ സിനിമയുടെ പേര് പറയും, പിന്നെ നിങ്ങൾ അയച്ചു തന്നിട്ടും കാര്യമില്ല. നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് രേണു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ രേണു. ഞാനവിടെ ഒരു സിനിമയുടെ കഥ ഇങ്ങനെ ചോദിച്ചിരുന്നു, സിനിമ ഏതാന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ടുള്ള ഒരുപാട് പേരും ഗസ് ചെയ്തു, അപ്പം തന്നെ അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നും ശില്പയാണ് നമ്മുടെ വിന്നർ. ശില്പ, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ക്ലബ് എഫ് എമ്മിൻ്റെ ഗിഫ്റ്റ് കിട്ടും. പിന്നെ സിനിമ ഏതാണെന്ന് ഞാൻ പറയണ്ടേ? നിറം എന്ന മൂവിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷെ അവർക്കിടയിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയമായി മാറിയത് അവരറിയുന്നില്ല അല്ലേ? നമ്മുടെയൊക്കെ ലൈഫിലും ഇങ്ങനെ സംഭവിക്കാറില്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അതിലൊരു പ്രണയമുണ്ടെന്ന് ഒരിക്കലും നമ്മൾ തിരിച്ചറിയാം. എപ്പോഴാ പറയാം, പക്ഷെ അതിന് മുന്നേ ഇങ്ങോട്ട് നിങ്ങളുടെ മെസ്സേജസ് അയയ്ക്കുക. നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് രേണു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. രണ്ടുപേരും തമ്മിൽ പ്രണയമുണ്ടായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ. പക്ഷെ തിരിച്ചറിയാൻ ഇച്ചിരി വൈകും. എപ്പോഴാ തിരിച്ചറിയാമെന്നറിയോ? പലപ്പോഴും മൂന്നാമത്തെ ഒരാൾ അവർക്കിടയിലേക്ക് വരുമ്പോൾ. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ രേണു. ആൻഡ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് നിറം. ആ സിനിമയിൽ അവിടെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും ഉഗ്രനായിട്ട് പ്രണയിക്കുക. പക്ഷെ രണ്ടുപേരുടെയും വിചാരം അത് ഫ്രണ്ട്ഷിപ്പാണെന്ന്. ശാലിനി ശരിക്കും അത് തിരിച്ചറിയുന്നില്ല. പക്ഷെ കുഞ്ചാക്കോ ബോബൻ അവൾ അകന്നിരിക്കുമ്പോൾ, അവൾ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഹീ റിയലൈസസ് അതൊരു പ്രണയമാണെന്ന്. പിന്നെ അങ്ങോട്ട് ടെൻഷനാണ്, ഇതറിയിക്കണ്ടേ എന്നാൽ അതിനിടയിൽ മറ്റൊരാൾ കയറി വരികയും ചെയ്തു. ഇതാ ഞാൻ പറഞ്ഞ റിയൽ ലൈഫ്. ബെസ്റ്റ് ഫ്രണ്ട്സിനിടയിൽ എപ്പോഴും മൂന്നാമതൊരാൾ പ്രപ്പോസ് ചെയ്യാനായിട്ട് കയറി വരുമ്പോഴാണ് അറിയുന്നത്. ഒരാളറിയും, ഈശ്വര ശരിയാവത്തില്ല, എനിക്ക് അവനോട് അല്ലെങ്കിൽ അവളോട് പ്രണയമല്ലേന്ന്. സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ? നമ്മളിങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് എന്നൊക്കെ ഓർത്തിരുന്ന് കുറച്ച് കഴിഞ്ഞ് റിയലൈസ് ചെയ്തിട്ടുണ്ടോ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ഇവിടെ ഒരു പ്രണയം ഉണ്ടെന്ന്? എൻ്റെ അടുത്ത് പറയോ. 567678 അയച്ചിട്ട് ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് LB സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് രേണു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.